തേവലക്കര ബോയ്സിൽ സുരക്ഷാ സമിതി കൂടി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ്. നേരത്തെയുള്ളൊരു യോഗമാണ്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ സുരക്ഷാ സമിതി യോഗം നടക്കുന്നതിന് തൊട്ട് പിന്നിലാണ് ഈ പറയുന്ന ഷെഡ്. അതിൻ്റെ തൊട്ട് മുകളിലാണ് കേട്ടോ വൈദ്യുതി ഞാൻ നടക്കുന്നത്. അതിന് തൊട്ട് കീഴേ ഇരുന്നാണ് ഈ പറഞ്ഞ സുരക്ഷാ സമിതി യോഗം, ഇൻക്ലൂഡിംഗ് KSB ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന സുരക്ഷാ സമിതി യോഗം ചേർന്നത്. അവന് അപ്പോഴും ഒരുപക്ഷെ അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ടൈം ലൈൻ ശരിയാണെങ്കിൽ അപ്പോഴും അതിൻ്റെ മുകളിൽ ഞാൻ കിടപ്പുണ്ടാകണം. ഈ പറയുന്ന വൈദ്യുലൻ ഈ ആരും ഒന്നും കണ്ടിട്ടില്ല, ആരും കണ്ടില്ല, നാട്ടുകാർ കണ്ടില്ല. കോവൂർ കുഞ്ഞുമാർ MLA വീട് തൊട്ടപ്പുറത്താണ്. MLA ബന്ധപ്പെട്ട ആരും കണ്ടില്ല, അല്ലെങ്കിൽ MLA കണ്ണിൽപ്പെട്ടെങ്കിൽ ആരും MLA അത് അവിടെ അങ്ങനെ കിടപ്പുണ്ട് കേട്ടോ, അത് പരിഹരിക്കണം എന്നാലും പറഞ്ഞു കൊടുത്തില്ല. അവിടുത്തെ DYFIയോ അവിടുത്തെ യൂത്ത് കോൺഗ്രസോ അവിടുത്തെ മറ്റ് സംഘടനകളോ SFIയോ ആരും കണ്ടില്ല. എല്ലാവരും ഇപ്പം കണ്ടു. കാരണം എന്താണ്? 13 വയസ്സുള്ള മിഥുൻ എന്ന് പറയുന്ന ഒരു പാവം പയ്യൻ എൻ്റെ ജീവൻ കുരുതിയായപ്പോഴൊക്കെ എല്ലാവരും ഇറങ്ങി, എല്ലാവരും കണ്ടു, എല്ലാവരും നടപടി ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട്. കർശനമായ നടപടി ഉണ്ടാകും എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. സർക്കാർ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും. എന്ത് ചെയ്യുമെന്നാണ് ഈ പറയുന്ന 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അച്ഛനും അമ്മയ്ക്ക് എന്ത് ചെയ്തു കൊടുത്തിട്ടാണ് എന്താണ് കാര്യം? അരുൺ രാജ് തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ ഈ പറയുന്ന അന്ന് ഈ തേവലക്കര സ്കൂളിൽ ചേർന്ന ഒരു സുരക്ഷാ സമിതിയുടെ ഒരു ചിത്രം, നേരത്തെ ഉണ്ടായ സുരക്ഷാ സമിതിയുടെ ചിത്രം നമ്മൾ കാണിക്കുകയാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ അതിനകത്ത്. അതിൽ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരടക്കം പങ്കെടുക്കുന്ന ഒരു സുരക്ഷാ സമിതി യോഗമാണ്. തേവലക്കര സ്കൂളിൻ്റെ ബസ് അതിന് പിന്നിൽ കിടപ്പുണ്ട്. അതിന് തൊട്ട് മുകളിൽ അതിന് തൊട്ട് ചേർന്ന് ഷെഡുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കിടപ്പുണ്ടാവണം അന്നും ഈ ഇലക്ട്രിക് ലൈൻ.